ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ അടിപൊളിയായിട്ടുള്ള ആ ഒരു മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള ചിക്കൻ കറി. പിന്നെ ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല അടിപൊളി ന്യൂഡിൽസ്, അതുപോലെ തന്നെ ബട്ടർ ബൺ, നല്ല ബൂസ്റ്റ് ടീ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഒരു ലേസി മോർണിംഗ് തന്നെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന എൻ്റെ ഒരു ലേസി മോർണിംഗ് ആണ്. ലേസി ആണെങ്കിൽ പോലും രാവിലെ തന്നെ ജോലിക്ക് പോകണം. ഒരു 6 മണി 6:10 ആകുമ്പോഴാണ് ബസ് വരുന്നത്. സോ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴത്തുനിന്ന് തന്നെ ബസ്സിൽ കയറാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നടന്നിട്ട് പോയി കയറും. അപ്പോൾ ബസ് ഒരു 6:45 ആകുമ്പോഴാണ് ആ ഒരു സ്പോട്ടിൽ എത്തുന്നത്. സോ അങ്ങനെ ലേറ്റായി പോയൊരു ദിവസമാണ് ഇന്ന്. എണീക്കാനായിട്ട് ഭയങ്കരമായിട്ട് വൈകിപ്പോയി. സോ ഞാനിങ്ങനെ ആ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ കടന്ന് സഫാരി മോളിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നതാണ് ആദ്യം കാണുന്നത്. ഇന്നപ്പോൾ ജോലിക്ക് പോകണം. നമ്മുടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30-ക്കാണ്, പിന്നെ ഫിനിഷ് ആവുന്നത് 2:30 ആകുമ്പോഴാണ്. ഇപ്പോൾ UAE സാറ്റർഡേ സൺഡേ ഓഫ് ആയതുകൊണ്ടിട്ട് അജ്മാനിൽ ഫ്രൈഡേ 11 o'clock വരെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞ് സാറ്റർഡേയും സൺഡേയും ഓഫാണ്. ഇപ്പം അങ്ങനെയാണ് പോകുന്ന റുട്ടീൻ. സോ ഡെയിലി ക്ലാസ്സിൽ 1 hour കൂട്ടിയിട്ടുണ്ട്. സോ 2:30 വരെ നമുക്ക് റെഗുലർ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ പോയിട്ട് ഫ്രഷ്ഡ് ആവും. 4 മണിയാകുമ്പോഴാണ് എത്തുന്നത്. ലേറ്റ് ആയതുകൊണ്ടിട്ടാണ്. ഇപ്പൊ ഈവനിങ് 4 മണിയാകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. തിരിച്ചെത്തിയതേ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇന്നൂസിനെ ഡേക്കറിയിൽ നിന്ന് വിളിച്ചിട്ടാണ് സാധാരണ പോകുന്നത്. അപ്പോൾ ഇന്നൂസ് ഇവിടെ ഉണ്ട്. അവൾക്കൊരു ലോലിപോപ്പ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. സോ അവൾ അവിടെ ഇരിപ്പുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് വാഷൊക്കെ ചെയ്ത ശേഷം ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ചായ ഉണ്ടാക്കലാണ്. സോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബൂസ്റ്റ് ഇട്ടിട്ടുള്ള ചായയാണ്, ബൂസ്റ്റ് ടീ. സോ പാലും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഞാനിവിടെ റെഡ് ലേബലിൻ്റെ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ തേയില സാധാരണ റെഡ് ലേബിളോ കണ്ണൻദേവനോ ആണ് വാങ്ങാറുള്ളത്. സോ ഇപ്പോൾ റെഡ് ലേബിളാണുള്ളത്. അപ്പോൾ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ പഞ്ചസാരയും. റെഡ് ലേബിൾ ആകുമ്പോഴത്തേക്കും നല്ല കടുപ്പായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കടുപ്പം ഉള്ളതാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ബൂസ്റ്റ് ചേർക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു കളറിലാണ് ആക്കിയിട്ടുള്ളത്. മധുരം അതുപോലെ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ. ബൂസ്റ്റിന് ഓൾറെഡി മധുരം ഉണ്ടല്ലോ. ഒന്ന് അരിച്ചെടുത്ത ശേഷം നമ്മുടെ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി ബൂസ്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ ഇന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബൂസ്റ്റ് ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ബൂസ്റ്റ് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോർലിക്സ് ടീ ഒക്കെ നമ്മൾ കുടിക്കാറുണ്ടല്ലേ. സോ നമുക്കിങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ എൻ്റെ ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സോ ഒരു ഗ്ലാസ് ചായ ഞാൻ എടുത്തു. പിന്നെ ഇന്നൂസിന് കുറച്ചുകൂടി ഒന്ന് തണുത്ത ശേഷം കുപ്പിയിൽ ഒഴിച്ചാണ് കുടിക്കുന്നത്. അവൾക്ക് കയ്യിലൊക്കെ പിടിച്ച് കുടിക്കാനൊക്കെ അറിയാം, പക്ഷെ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ബോട്ടിൽ കുടിക്കുന്നത് തന്നെയാണ്. സോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ലേറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ലഞ്ച് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കഴിക്കാറിപ്പോൾ. അപ്പോൾ ലഞ്ച് ഇല്ലാത്തത് കൊണ്ടിട്ട് വന്ന വഴിക്ക് ഗ്രോസറി കയറിയിട്ടൊരു ബട്ടർ ബണ്ണൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ബട്ടർ ബ്രെഡ് എന്നൊക്കെ പറയാം. ഇത് നമ്മുടെ നാട്ടിലെ ക്രീം ബണ്ണുണ്ടല്ലോ, അത് തന്നെയാണ് സംഭവം. കുറച്ചും കൂടി സോഫ്റ്റ് ആവുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്രീം ഉണ്ട്. ചായയിൽ മുക്കി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ട് ഞാൻ ചായ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. നല്ല മധുരമൊക്കെയാണ്. അപ്പോൾ ഇന്നൂസ് ഇവിടെ ഫോൺ എടുത്ത് കാർട്ടൂൺ കണ്ടു തുടങ്ങി. അപ്പോൾ കാർട്ടൂണിലെ കഥാപാത്രങ്ങളോടെയാണ് അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ലയിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങും. പിന്നെ കുറച്ച് നേരം ഇന്നൂസിനോട് ചായ കുടിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കും. അവളുടെ അടുത്ത് ടൈം അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ടിട്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് അവളെ മൈൻഡ് ചെയ്ത് ഒന്ന് സംസാരിച്ചാൽ മതി. അവളുടെ കഥയൊക്കെ കേട്ടാൽ മതി. കാർട്ടൂണിലെ അതേ കഥ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അവളെ ഇങ്ങനെ കളിപ്പിച്ച് ഇച്ചിരി നേരമൊക്കെ ഇരുന്നിട്ട് ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ
ഒരു സ്പെഷ്യൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. സോ അതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ കുറച്ച് മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. മാഗി നൂഡിൽസ് ആണ് കേട്ടോ, അത് വേവിച്ച് വെച്ചു. ഇനി കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഞാനൊന്ന് മുട്ട പൊരിക്കുകയാണ്. ഇത് നാടൻ മുട്ടയാണ് ഇവിടുത്തെ. സോ ഇത് നല്ല ബ്രൗണിഷ് കളറായിട്ടുള്ള ഈ മുട്ട ഇട്ടൊന്ന് ചിക്കിയിട്ട് അതും ആ ഒരു നൂഡിൽസിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം ഇന്നൊന്ന് വിശപ്പൊക്കെ ഒന്ന് മാറ്റി ഇരുത്തിയാൽ മാത്രമാണ് നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൾ ബഹളം വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വരേണ്ടി വരും. സോ ഞാനിത് ജസ്റ്റ് കൊടുത്തിട്ട് കുക്കിങ്ങിന് കയറാമെന്ന് വിചാരിച്ചാണ്. അതിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ പനീറും ബട്ടറൊക്കെ നമ്മളിങ്ങനെ ചുരണ്ടി എടുക്കുന്ന ആ ഒരു സ്ക്രാപ്പറാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഈ ചെറിയ കഷ്ണം ആയതുകൊണ്ടിട്ട് അവൾ എടുത്ത് കളയില്ല, അതുകൊണ്ടിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. സോ ഞാനത് ചെയ്തിട്ട് വന്നു. അപ്പോഴേക്കും കുറച്ച് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇന്നൂസിന് ചായയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നൂഡിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം പെട്ടെന്ന് ചെയ്യണം, എന്നാലാണ് ഇവിടെ ഇങ്ങനെ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവുള്ളൂ എനിക്ക്. സോ ഞാനെല്ലാം ഫാസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട്. സോ നമുക്കത് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാമല്ലോ, അതുകൊണ്ടിട്ടാണ്. സോ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മോഹൻലാലിൻ്റെ ചിക്കൻ റോസ്റ്റാണ്. നമുക്കത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, അതുപോലെ ചുവന്ന ഉള്ളി ആവശ്യത്തിന് ഒരു കൈ നിറയെ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, സവാള ചേർത്തിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികളാണ് പെരിഞ്ചീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ഞാനിവിടെ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. എല്ലാം പെപ്പർ പൗഡറും ഈ ഒരു പെരിഞ്ചീരകം പൊടിച്ചതും നമ്മുടെ ഈ ഒരു മുളക് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തേങ്ങ കൂടി വേണം. അപ്പോൾ ഒരു തേങ്ങ ഇതേപോലെ പൊട്ടിച്ചിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിലായാലും മതി, എടുത്ത് വയ്ക്കുവാണെങ്കിൽ ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. സോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അതാണ് നമ്മുടെ ലാലേട്ടൻ്റെ ചിക്കൻ കറിയുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയും നല്ലൊരു ടേസ്റ്റും വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചുട്ടെടുക്കാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ചാണ് ലാലേട്ടൻ ചേർത്തിട്ടുള്ളത്. സോ നമുക്കും ഇതേപോലൊരു ഇടിക്കല്ല് വെച്ചിട്ട് നന്നായിട്ട് ചതച്ച് വെക്കാം. കറിവേപ്പില, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത്ര മാത്രം മതി ഇതിലേക്ക് കേട്ടോ. സോ അപ്പോൾ എല്ലാം ചതച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി മാത്രം ഇവിടെ കിടക്കുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഞെക്കിയൊന്ന് ഞരടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് നമുക്ക് പഴയ പോലെ ഈ അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഡയറക്റ്റ് ഇതേപോലെ ഫ്ലെയിമിൽ നിന്ന് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു സ്മോക്കി ടേസ്റ്റ് വരുമല്ലോ, ഒരു ചാർക്കോളിൻ്റെ ടേസ്റ്റ് വരും. അതാണ് ആ ചിക്കൻ കറിയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ്. സോ ഞാനിങ്ങനെ ഒരു പപ്പടക്കമ്പിയിൽ കുത്തിയിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കുന്നത് ആവില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ മുഴുവനായിട്ടൊന്നും ചുടണ്ട കേട്ടോ, അപ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു കരിഞ്ഞ സ്വാദായി പോകും. സോ കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് ചുട്ട് കിട്ടിയാൽ മതി. ഇനി ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇടിച്ചു നോക്കി. പക്ഷേ ലാലേട്ടൻ എങ്ങനെയാണ് ഇത് പൊട്ടിച്ചെടുത്തതെന്ന് എനിക്ക് ഒറ്റ പിടിയില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും അത് നന്നായിട്ടൊന്നും ചതഞ്ഞില്ല. സോ ഞാൻ നേരെ തന്നെ പ്ലാൻ മാറ്റി നമ്മൾ പ്ലാൻ ബി എടുത്തു. നമ്മുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതേപോലെ എടുത്തു. ഒത്തിരി അരയ്ക്കേണ്ട, ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഉള്ളത് തുടച്ചു കളഞ്ഞു. ഇനി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒന്ന് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ ഒരു റെസിപ്പിക്ക് അധികം സ്പൈസസോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഒത്തിരി റോസ്റ്റായി ഇങ്ങനെ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നല്ലൊരു മണം വരുമല്ലോ, ആ പച്ചമണമൊക്കെ മാറിയിട്ട് അത്ര മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഈ പച്ചമണമൊക്കെ മാറി ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. സോ ഞാനിതിലേക്ക് ചുവന്ന
ഉള്ളി ചേർക്കുകയാണ്. ഇതും ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി, ഗോൾഡൻ കളറിലേക്ക് ഒന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ മെഷർമെൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പക്ഷേ കുരുമുളക് പൊടി അത്ര പോരെന്ന് തോന്നി, അതുകൊണ്ടിട്ട് 2/4 ടേബിൾ സ്പൂൺ, അതായത് 1/2 ടീസ്പൂണായി. അപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊടിച്ചു വെച്ചിട്ടുള്ള പെരിഞ്ചീരകം, ഒരു നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ക്രഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ റെഡ് ചില്ലി ക്രഷ് ചെയ്തത് അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പച്ചമുളക് ചേർത്തുകൊണ്ടിട്ട് നല്ല എരിവുണ്ടായിരുന്നു ഞാനത് ടേസ്റ്റ് ചെയ്തപ്പോൾ. അതുകൊണ്ടിട്ടാണ് ഈ എരിവുള്ള കുരുമുളക് പൊടിയും അതുപോലെ ക്രഷ്ഡ് ആയിട്ടുള്ള മുളകൊക്കെ കുറച്ച് ചേർത്തത്. നിങ്ങൾ എരിവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. നന്നായിട്ട് 2 മിനിറ്റ് പച്ചമണം മാറുന്ന വരെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് നല്ലൊരു ചാര കളറായിരിക്കും കേട്ടോ ഈ ഒന്ന് ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്റ്റീൽ പാത്രം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിട്ട് ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും തടിയുടെ സ്പൂണൊന്നും ഉപയോഗിക്കരുത്, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റീൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെയും പച്ചമണം ഒന്ന് മാറിയപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, വേറെ ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ സ്പൈസസ് ചേർക്കുമ്പോൾ ഓർക്കുക, ഈ ഒരു ചിക്കനും കൂടി വേണ്ടിയിട്ടുള്ള സ്പൈസസ് ആണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്പൈസസും കൂട്ടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. വേവിക്കുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ടെൻഷൻ, ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചേക്കുന്നതുകൊണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും നടുക്കോട്ടേക്ക് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് നോക്കുന്നുണ്ട് വെള്ളമൊക്കെ റെഡി ആണോ എന്ന്. നിങ്ങൾക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ടും അടി പിടിക്കുന്നു തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതേപോലെ 5 മിനിറ്റ് ഞാൻ തുറന്നു നോക്കുന്നുണ്ടെങ്കിലും ഒരു 15 മിനിറ്റിനുള്ളിൽ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടിട്ട് 15 മിനിറ്റിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആ തേങ്ങയിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു എണ്ണയും അതുപോലെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എണ്ണയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല മണമാണ് കേട്ടോ, വീട് നിറച്ചും നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ചിക്കൻ്റെ. ആ ഒരു അധികം സ്പൈസസ് ഒന്നും ചേർക്കാത്ത ഒരു പച്ച മസാലയുടെ മണമുണ്ടല്ലോ, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് കറിയായിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത് കൂടുതലും സാലഡ് പോലെയാണ് ടേസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ കറിയിൽ നിന്നും കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ആ ഒരു ചാർക്കോൾ, ഒരു സ്മോക്കി ടേസ്റ്റും കൂടി വരുന്നുണ്ടല്ലോ നമ്മുടെ ചുട്ട തേങ്ങയുടെ, അതുകൊണ്ടിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഫാം ഫ്രഷ് ആയിട്ടുള്ള ചെറിയ തക്കാളി എടുത്തിട്ട് ഇങ്ങനെ നടുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു ഷേപ്പ് പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ, ഇതൊരു സാലഡായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കനാണ്. ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ നൈറ്റൊക്കെ കുറച്ച് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മളിതിപ്പോൾ മെയിൻ കറിയായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു ലേസി മോർണിംഗ് ആയിരുന്നു. സോ ഇന്ന് ഇക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പാക്കറ്റിൽ ഇതേപോലെ ഇൻസ്റ്റൻറ്റ് സ്റ്റീമായിട്ടുള്ള ഇടിയപ്പം ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഓവനിൽ വെച്ചിട്ടൊരു 40 സെക്കൻഡ്സ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. സോ അതിങ്ങനെ ഈ ഒരു ലാലേട്ടൻ്റെ ചിക്കൻ കറിയിലൊന്ന് മുക്കി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്കൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു തക്കാളിയും കഴിക്കാം. അപ്പം അങ്ങനെയാണ് ഡിന്നർ. മൂക്കിലോ വലുതാവട്ടെ, ഇന്ന് വലുതാവുമ്പോ ഇപ്പൊ പറ്റൂല.
അപ്പോൾ ഇതാണ് നേച്ചേഴ്സ് എസൻസ്. ഇതാണ് ഇന്നിപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. ഡീറ്റാൻ തെറാപ്പി വൈപ്പ് ഓഫ് മാസ്ക് ആണ്. പ്രീ ഫേഷ്യൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, അല്ലെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പം ഇതിൻ്റെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ ഈ ഒരു പാക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്നത് അപ്ലൈ തിക്ക് ലെയർ ഓഫ് ഡീറ്റൻ തെറാപ്പി വൈപ്പ് ഓഫ് മാസ്ക് ഓവർ ദ ഫേസ് ആൻഡ് നെക്ക്, ലീവ് ഓൺ ഫോർ 15 minutes എന്നാണ്. പിന്നെ മസാജ് ദ മാസ്ക് ഇൻ ടു ദ സ്കിൻ 2 minutes നമുക്കതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വൈപ്പ് ഓഫ് ചെയ്താൽ മതി. നല്ല മാസ്ക് ആയിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയുടെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. നേച്ചറിൻ്റെ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ദിവസം ഇവിടെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാലേട്ടൻ്റെ ചിക്കൻ കറിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ലേസി വ്ലോഗ് ഇവിടെ കഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.